ഹായ് നമസ്തേ, കപ്പിൾസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സിനിമയുടെ ട്രെയിലർ എന്താണ് അത് റിയാക്ഷൻ ആയിട്ടാണ് വന്നത്. സിനിമയുടെ പേര് പറയേ, സിനിമയുടെ പേര് അതൊന്നും പറ്റില്ല, ബ്രെയിൻ ഡെത്ത് എന്ന് പറയാം. അപ്പൊ അതിന്റെ ട്രെയിലർ റിയാക്ഷൻ ആണ്, നോക്കാം, കണ്ടു ഫ്യൂച്ചർ കോടതി 2046. സൂപ്പർ സ്റ്റാർ. ഗ്ലാസ് കണ്ടാടാ? എല്ലാരും കളർ അല്ലേ കറക്റ്റ് ആ ഒരു സിങ്ക് അല്ലേ മണിയമ്പിള്ള രാജിന്റെ. അത് കൊള്ളാം. ലുക്ക് ഉണ്ടാവില്ല എല്ലാം റോബോട്ട്. അതിന് ഭാവിയിൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോണ വാക്കായിരിക്കും കോഡ് റെഡ്. സോംബി സെന്റിമെന്റൽ ട്രാക്കും ഉണ്ട്. ഇതാണ് സൈമൺ. അവിടെ സംസാരം ആണ് തോന്നല്ലേ? ശരിയാണ്. ഓരോ വാക്ക് എടുത്തെടുത്ത് പറയാണ്. ഫെബ്രുവരി 27 വെള്ളിയാഴ്ച. എനിക്ക് തോന്നുന്നു എല്ലാവരും ആയിരിക്കും. സൂപ്പർ സ്റ്റാർ ഉള്ളൂ, ബാക്കിയല്ലേ. പിന്നെ മ്യൂസിക് വർക്ക് ചെയ്യല്ലേ, പേര് വർക്കിച്ചോ എല്ലാം. ആ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ ഫ്യൂച്ചറിസ്റ്റിക്കിലോട്ട് താനെ പോകുന്നുണ്ട് നമ്മള്. 2046 ഗഗനാചാരി സാധ്യതയുണ്ട് യൂണിവേഴ്സ് ആവാൻ. ഇപ്പം കൃഷാന്തിന്റെ സിനിമകൾ നോക്കിയാല് എല്ലാം ഈ ഒരു ടൈപ്പാണ്. ഗഗനാചാരി ചതുരം, അത് പേര് ചതുരം, പിന്നെ ആവാസ പേരുകളെല്ലാം ഭയങ്കര ഡിഫറെന്റ് ആണ്, വെറൈറ്റി പേരുകളെല്ലാം. അതുപോലെ തന്നെ ഈ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും ഗഗനാചാരി പറയാൻ പറ്റും. പിന്നെ ഈ പുള്ളി ഇനി അടുത്തെടുക്കാൻ പോണ സിനിമകളെല്ലാം അങ്ങനെ അല്ല. ഗഗനാചാരിയുടെ കോ പ്രൊഡ്യൂസർ ആണോ? അല്ല, പ്രൊഡ്യൂസറാണ്, കോ പ്രൊഡ്യൂസറാണ്. പൊന്മാനും ഗഗനാചാരിയൊക്കെ കോ പ്രൊഡ്യൂസറാണ്. മറ്റേ ഈ ഗഗനാചാരിയും വലയും സെയിം യൂണിവേഴ്സ് അല്ലേ? അനാർക്കലി പറഞ്ഞുണ്ട്, അജു വർഗീസ് ഉണ്ടല്ലോ. പിന്നെ മറ്റേ സിനിമ ഉണ്ടല്ലോ, 4 സംഘം, അതിന്റെയും ഈ പുള്ളി തന്നെയാണ്, കൃഷാന്ത് തന്നെയാണ്. അപ്പൊ എല്ലാവരും വെറൈറ്റി സിനിമകളാണ് കൃഷാന്തിന്റെ. അത് നമ്മൾ ഇനി ഇങ്ങനത്തെ സിനിമ തന്നെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ പടങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഭാവിയിൽ എങ്ങനെ ആയിരിക്കും സിനിമകള് പറയണത്. പിന്നെ സോംബീസിനെ കാണിക്കണുണ്ട്. സോംബി അത് ഇപ്പൊ നമ്മൾ ഈ പ്രളയവും അതൊക്കെ കണ്ട കണക്ക് ഇനി ഭാവിയിൽ സോംബി കൊറേ സിനിമകൾ ഇനി വന്നോണ്ടിരിക്കും അങ്ങനത്തെയൊക്കെ. നമ്മള് വയസ്സായിട്ട് നമ്മളിപ്പോ ഫ്യൂച്ചർ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. AI വണ്ടികള്, AI മനുഷ്യര്, അതിന്റെ കൂട്ടത്തെ പറയുന്നതാണ് സോംബി. പിന്നെ ഇതിന്റെ ട്രെയിലറിന് തുടക്കം ഒരു ജീപ്പൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് സ്റ്റാർട്ടിങ്. അതിനിപ്പോ അങ്ങനെ ആയിരിക്കുമല്ലേ? അങ്ങനെയായിരിക്കും. നമ്മളെ കൽക്കിയിലും അങ്ങനെയല്ലേ? കൽക്കി പക്ഷേ 2000
56. അല്ല അത് വേറെ 2800 അതിലൊക്കെ എന്തോ മറ്റേ പോയിന്റുകളൊക്കെ ഉള്ള അവർക്ക് ഇല്ല ഇതിലോട്ട് പോകാൻ പറ്റുമോ അങ്ങനെ അത് വേറെ. അത് വേറെ കേരളം എങ്ങനെയായിരിക്കും ഫ്യൂച്ചർ കാണിക്കണേ എന്നുള്ള ടൈപ്പാണ്. അപ്പൊ എന്തായാലും കൊള്ളാം, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. അത് മിസ്റ്റേക്ക് ഉണ്ട്, കേരളം അല്ല കേരളം. കേരളം ആക്കിയിട്ടുണ്ട്. കേരളം എങ്ങനെയായിരിക്കും ഫ്യൂച്ചർ എന്ന് ഈ സിനിമയ്ക്ക് നമുക്ക് കാണാൻ പറ്റും. പിന്നെ രജിഷ വിജയന്റെ പേര് എടുത്ത് തന്നെ പറയണം. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത റോള് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് രജിഷ പറയുകയും ചെയ്ത് ഇങ്ങനത്തെ ക്യാരക്ടറിന് അങ്ങനത്തെ ഡ്രസ്സും കോസ്റ്റ്യൂമും വേണം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ പണ്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നിട്ടല്ല എന്ന് രജിഷ പറയുന്നു. അവർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഫ്യൂച്ചർ ഇങ്ങനെ തന്നെയാണ്. ഒരു പടം ഇങ്ങനെയുള്ള ചാൻസുകളൊക്കെ കിട്ടുമ്പോഴേ ഒരു ഉറപ്പായിട്ട് അവരത് എടുക്കും. പിന്നെ മണിയമ്പിള്ള രാജുവിന്റെ മോനാണ് ലീഡിങ് റോളിൽ വന്നേക്കുന്നത്. മണിയമ്പിള്ള രാജുവിന്റെ ഏകദേശം സിമിലാരിറ്റി ഡയലോഗ് പറയുമ്പോ അതൊക്കെ വിഷയങ്ങൾ തന്നെ. അത്രയൊക്കെ ഉള്ളൂ പറയാം. കണ്ടിട്ട് നമ്മള് റിവ്യൂ ആയിട്ടൊക്കെ വരാം. അപ്പൊ സ്റ്റേ ട്യൂൺ വിത്ത് അസ്, അത്രേ പറയുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനെ കഴിച്ച കൂടെ ബെല്ല് ഐക്കൺ കൂടെ ഞെക്കിക്കോ. അപ്പൊ പുതിയ വീഡിയോ ഞങ്ങൾ ഒരു ലൈൻ കട്ട്.